പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഇതേ മധുരം കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പം ഞാനോർത്ത് തന്നെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കാമെന്ന് കുറേ നാളായില്ലേ. അങ്ങനെ ഞാൻ ദേ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ദേ സൂപ്പർ മാർക്കറ്റിൽ പോയി ബേക്കിംഗ് സോഡ വാങ്ങിച്ചപ്പോൾ ദേ ഞാനൊരു ലോട്ടസ് ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര മധുരമായിരുന്നു അതിന്. അങ്ങനെ ഞാൻ ദേ വെട്ടിയേക്ക് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ റെസിപ്പി ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല, കാരണം ഞാൻ എൻ്റെ അപ്പാമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പാമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുന്നേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതൊരു ചെറിയൊരു പാഴ്ച പറ്റിയെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് മാവൊക്കെ കുഴച്ചെടുത്തെഴുതി അതിനകത്തോട്ട് ഞാൻ നെയ്യൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഞാനത് സെറ്റാക്കി 1 മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷേപ്പൊക്കെ ചെയ്തെടുത്തു കേട്ടോ. പക്ഷെ അത് ഇടുന്ന സമയത്താണെങ്കിൽ വേവുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പല പല ഷേപ്പിലായിരുന്നു കേട്ടോ വെട്ടിയേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഇത്രയും വെട്ടിയേക്കായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്തായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു അപാകത തോന്നി കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.